നമുക്കിന്ന് കുറച്ച് ഇലിമ്പിക്ക കുറച്ച് അച്ചാറിട്ടാലോ? ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു മരമുണ്ട്. അപ്പം അതിൽ കുറച്ച് ഇലിമ്പിക്കയുണ്ട്, ബാക്കി മുഴുവനും പൊഴിഞ്ഞു വീണ് പോയി. അപ്പം നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കുറച്ച് അച്ചാറിട്ട് നോക്കാം. ഇതിന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മളത് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇലിമ്പിക്ക ചെറുതായിട്ടൊന്ന് ഈ നല്ലെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഇലിമ്പിക്ക കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇലിമ്പിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.